ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിനെതിരെ നടപടി. ഫെഫ്ക യൂണിയനുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് യൂണിയനുകളിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. ആദിൽ പാലോടിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ആദിൽ, കഴിഞ്ഞ 2 കേസുകളിൽ നിന്നും ഈ കാലതാമസം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഊരിപ്പോരാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. 2 മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തതും അറസ്റ്റിലായതും. ഇതിൽ ഈ നടപടിയിലേക്ക് നീങ്ങുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഫെഫ്കയ്ക്ക്, അല്ലേ? ഉറപ്പായും രാവിലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് യൂണിയനുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അറിയിച്ചിരുന്നതാണ്. മാറ്റി നിർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനിൽ നിന്നും ഒപ്പം ഡയറക്ടേഴ്സ് യൂണിയനിലും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശവും ഉത്തരവുമാണ് ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചതായുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. റൈറ്റേഴ്സ് യൂണിയന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, സ്ത്രീപീഡന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ രഞ്ജിത്തിനെ സംഘടനയുടെ നിയമാവലി അനുസരിച്ച് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജനറൽ സെക്രട്ടറി ബെന്നി പി നായരമ്പലം, പ്രസിഡന്റ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇതിനൊപ്പം തന്നെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മുൻപത്തെ 2 കേസുകൾ പലതരത്തിലും പഴുതുകൾ രക്ഷപ്പെടാൻ ലഭിച്ചിരുന്നു രഞ്ജിത്തിന് എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിലാകട്ടെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പഴുതടച്ച അന്വേഷണമുണ്ടായിരുന്നു, ആദ്യഘട്ട വിലയിരുത്തൽ ഉണ്ടായിരുന്നു, ഈ കേസിൽ കഴമ്പുണ്ട് എന്ന്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതുകൂടി മനസ്സിലാക്കിയാണ് ഫെഫ്ക യൂണിയനുകളിൽ നിന്ന് രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും സംഭവം നടന്ന കാരവൻ തിരിച്ചറിയണമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം പരാതി വ്യാജമാണെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് രഞ്ജിത്തിന്റെ പ്രതികരണം. SS ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, പഴുതടച്ചിട്ടുള്ള അന്വേഷണ നീക്കത്തിനൊടുവിലാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം ഇനിയും ആവശ്യമുണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകാൻ. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ പ്രധാനമാണ് ഈ കാരവാൻ തിരിച്ചറിയണമെന്നുള്ളത്, അല്ലേ? ശ്രുതി, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ കാരവൻ എന്ന് പറയുന്നത്. കാരവനിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരവൻ കണ്ടെത്തേണ്ടതുണ്ട്. ആ ഒരു നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സമർപ്പിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് പ്രതിഭാഗം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് കസ്റ്റഡിയിൽ വേണമെന്നോ, പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പ്രതിഭാഗം മുന്നോട്ട് വച്ചിരുന്ന കാര്യം. ഇതോട് കൂടിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ഇന്ന് തന്നെ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിടുമെന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ 1-2 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡിയിൽ വിടുക. ഒപ്പം തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ മറ്റൊരാവശ്യം പ്രതിഭാഗം മുന്നോട്ട് വച്ചിരുന്നത് ഈ കൂടുതൽ ദിവസം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിടരുത് എന്നുള്ളതാണ്. അതായത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നത് കാരവൻ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് രഞ്ജിത്തിന്റെ കസ്റ്റഡി ആവശ്യമെന്നുള്ളതാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്നുള്ളതും പ്രോസിക്യൂഷൻ പറയുന്നുണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ അനുവദിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് കൂടിയാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. എന്തായാലും പ്രതിഭാഗത്തിന്റെ ഈ വാദത്തോട് എങ്ങനെ കോടതി പ്രതികരിക്കും, കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും ഇതിൽ പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ യുവ നടിയുടെ പരാതി വ്യാജമാണെന്നുള്ളതാണ് രഞ്ജിത്ത് ആരോപിക്കുന്നത്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, നിരവധി ശത്രുക്കൾ തനിക്കുണ്ട്. അത്തരത്തിൽ വന്നൊരു ഗൂഢാലോചന ഭാഗമായി വന്ന പരാതിയാണ്. നടി ഒരു ഘട്ടത്തിലും ICCക്ക് മുന്നിൽ പരാതി നൽകിയിട്ടില്ല. തന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, ബലം പ്രയോഗിക്കാനുള്ള ശാരീരിക കരുത്തില്ല, താൻ നിരപരാധിയാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് രഞ്ജിത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷകൾ തീരുമാനമെടുത്ത ശേഷം, കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്, കോടതി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കാരവാനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുമ്പോൾ തന്നെ സാഹചര്യ തെളിവുകളാണ്. ഈ 2 പേരും ആ പരാതിയിൽ പറയുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊക്കെ തന്നെ സാഹചര്യ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളുടെ മൊഴി അടക്കം എടുത്തിട്ടുണ്ട്. അതടക്കമുള്ള തെളിവുകളാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. എന്തായാലും ഈ ജാമ്യാപേക്ഷയ്ക്ക് പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.